ഈ കഴിഞ്ഞിടെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഒരു യുവനടൻ, പേര് പറയാം, ശ്രീ ഉണ്ണി മുകുന്ദനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. വളരെ മാന്യമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു. നിങ്ങൾക്ക് പറ്റിയൊരു കഥ എൻ്റെ കയ്യിലുണ്ട്, നമുക്കത് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ എവിടെ വരണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കേൾക്കാൻ റെഡിയാണ്. കാരണം അദ്ദേഹത്തിന്റെ UMF പ്രൊഡക്ഷൻസ് സിനിമകൾ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തത്. അദ്ദേഹം സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിപിൻ കുമാർ എന്ന് പറയുന്ന കഴിഞ്ഞ വിവാദ വിഷയത്തിലൊക്കെയുള്ള വിപിൻ കുമാറുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ച് അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് വിളിച്ചു, 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു, 3 ദിവസം കഴിഞ്ഞ് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഉണ്ണി പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കഥ പറയണം, അതിനുവേണ്ടി വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് തിരിച്ചൊരു വോയിസ് അയച്ചു, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു PDF ഫയലാക്കിയിട്ട് അയച്ചു തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു PDF ഫയൽ ഉണ്ടായിരുന്നു, ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ ഞാൻ വീണ്ടും വിളിച്ചു. എനിക്കാണുള്ള ആവശ്യക്കാരന്റെ ഔചിത്യം എന്ന് പറഞ്ഞ നമ്മൾ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. വീണ്ടും വിളിച്ചു, എടുക്കുന്നില്ല. പിന്നെ ഞാൻ ചറപറാന്ന് വിളിച്ചോണ്ടിരിക്കും, എന്റെ ആവശ്യമാണല്ലോ. വിളിച്ചു. അപ്പൊ അദ്ദേഹം ഫോൺ എടുത്ത് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ അപ്പോഴും നോക്കിയിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, നോക്കിയിട്ടില്ല. അപ്പോ ഇതുപോലെ ഒരുപാട് യുവ സംവിധായകന്മാര് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന, സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് മലയാളത്തില് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവര് ഇതുപോലെ കുറെ നടന്മാരുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ അറിയണം. അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല. ഇതുപോലെയുള്ള കീടങ്ങളായിട്ടുള്ള ഇവരുടെ ഇടനിലക്കാര് അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മീഡിയ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.